ഒരു കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ പ്രതി പിന്നീട് പരോളിൽ ഇറങ്ങി മുങ്ങുന്നു. അങ്ങനെ 1-2 ദിവസങ്ങളല്ല ഇയാൾ ഒളിച്ചു കഴിഞ്ഞത്, ഏതാണ്ട് 4 പതിറ്റാണ്ടാണ്. അതിനിടെ സർക്കാർ അധ്യാപകനായി ഇയാൾ ജോലി നേടുന്നു. പിന്നീട് മികച്ച അധ്യാപകനുള്ള അവാർഡും ഇയാളെ തേടി വരുന്നു. ഒടുവിൽ 40 വർഷങ്ങൾക്ക് ശേഷം പിടിയിലായ പ്രതിയുടെ കഥ കേട്ട് തെലങ്കാന ഹൈക്കോടതി വരെ അമ്പരന്നിരിക്കുകയാണ്. പരോളിൽ ഇറങ്ങിയ ഈ ജീവപര്യന്തം തടവുകാരൻ 40 വർഷത്തിലധികം പോലീസിന്റെ കണ്ണുപെട്ടിച്ച് കഴിഞ്ഞതിലാണ് തെലങ്കാന ഹൈക്കോടതി കടുത്ത അത്ഭുതം രേഖപ്പെടുത്തിയത്. തന്റെ കുറ്റകൃത്യങ്ങളുടെ ഭൂതകാലം മറച്ചുവെച്ച് ഇയാൾ ഒരു അധ്യാപകനായി ജോലി ചെയ്തുവെന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. ജയിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ അതീവ ഗുരുതരമായ വീഴ്ചകളിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. പരോൾ കാലാവധി കഴിഞ്ഞിട്ടും ജയിലിൽ തിരിച്ചെത്താത്ത തടവുകാർക്കെതിരെ ഉടനടി നടപടിയെടുക്കാൻ പ്രത്യേക കർമ്മസേന രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും കോടതി എടുത്തു പറഞ്ഞു. പ്രതിക്ക് 3 വർഷത്തേക്ക് പരോൾ നിഷേധിച്ച ജയിൽ അധികൃതരുടെ തീരുമാനത്തിൽ ഇടപെടാൻ കോടതി വിസമ്മതിക്കുകയും ചെയ്തു. 40 വർഷത്തിന് ശേഷം തന്റെ ഭർത്താവ് വീരണ്ണയെ അറസ്റ്റ് ചെയ്ത നടപടിയെയും തുടർന്ന് പരോൾ നിഷേധിച്ചതിനെയും ചോദ്യം ചെയ്ത് ഭാര്യ ചാരമ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് തെലങ്കാന കോടതിയുടെ സുപ്രധാന നിരീക്ഷണങ്ങൾ. ജസ്റ്റിസ് ടി മാധവി ദേവിയുടെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. വീരണ്ണ 1983 മുതൽ മഹബൂബാബാദ് മേഖലയിൽ താമസിച്ചു വരികയാണെന്നും എന്നാൽ ഉദ്യോഗസ്ഥർ ഒരിക്കൽ പോലും ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും ഹർജിക്കാരിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു. 2024 മെയ് 16-നാണ് പോലീസ് വീട്ടിലെത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനു പിന്നാലെ 3 വർഷത്തേക്ക് പരോൾ അവകാശം റദ്ദാക്കിയത് നീതീകരിക്കാനാവാത്ത നടപടിയാണെന്നും അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ പരോൾ കാലാവധി കഴിഞ്ഞതിന് പിന്നാലെ പ്രതിയെക്കുറിച്ച് അന്വേഷിച്ച് വാറങ്കൽ റൂറൽ മഹബൂബാബാദ് പോലീസ് സ്റ്റേഷനുകളിലെ ജയിൽ അധികൃതർ നിരവധി കത്തുകൾ അയച്ചിരുന്നതായി സർക്കാർ അഭിഭാഷകൻ പറയുന്നു. പ്രതി അവസാനമായി നൽകിയ വിലാസത്തിലും അയൽ ഗ്രാമങ്ങളിലും വ്യാപകമായ തെരച്ചിലും നടത്തിയിരുന്നു. ഒടുവിൽ പ്രതിയെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതെന്നും 3 വർഷത്തെ പരോൾ വിലക്ക് ഏർപ്പെടുത്തിയെന്നും സർക്കാർ അഭിഭാഷകൻ വിശദീകരിച്ചു. 2 ഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട ശേഷം വിധി പ്രസ്താവിച്ച ജഡ്ജി പ്രതിയോട് യാതൊരു അനുകമ്പയും കാണിച്ചില്ല. തടവുകാരൻ തന്റെ ജയിൽ ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടം ജയിലിന് പുറത്ത് ചെലവഴിക്കുകയും ചെയ്തുവെന്ന് ജഡ്ജി വ്യക്തമാക്കി. ഇയാൾക്ക് വിധിച്ച ജീവപര്യന്തം ശിക്ഷ റദ്ദാക്കിയിട്ടില്ല. ശിക്ഷയിൽ നിന്ന് ബോധപൂർവ്വം ഒഴിഞ്ഞു മാറാനാണ് പ്രതി ശ്രമിച്ചതെന്നും അതിനാൽ ആ ശിക്ഷയുടെ ബാക്കി ഭാഗം നിർബന്ധമായും വീരണ്ണ അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. 83 ജൂണിലാണ് വാറങ്കൽ കോടതി നന്ദുല വീരണ്ണയെ ഒരു കൊലപാതക കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. തുടർന്ന് ചഞ്ചലഗുഡ ജയിലിലടക്കപ്പെട്ട ഇയാൾക്ക് ആ വർഷം ഡിസംബറിൽ പരോൾ ലഭിച്ചു. 1984 മാർച്ച് 17-ന് ഇയാളുടെ പരോൾ കാലാവധി തീർന്നെങ്കിലും ഇയാൾ ജയിലിൽ തിരിച്ചെത്താൻ തയ്യാറായില്ല. പിന്നീട് തന്റെ ക്രിമിനൽ പശ്ചാത്തലം ഒളിച്ചുവെച്ച് ഒരു സർക്കാർ സ്കൂളിൽ അധ്യാപകനായി ഇയാൾ ജോലിയിൽ പ്രവേശിച്ചു. വീരണ്ണ 2004-ൽ മികച്ച അധ്യാപകനുള്ള പുരസ്കാരവും സ്വന്തമാക്കിയിരുന്നു. അതും കഴിഞ്ഞ് 20 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രത്യേക കർമ്മസേന വീരണ്ണയെ പിടികൂടി ജയിൽ അധികൃതർക്ക് മുന്നിൽ ഹാജരാക്കിയത്. അതിന് പിന്നാലെ ആഭ്യന്തര വകുപ്പ് ഇയാൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പ്രതി നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലാണ് 3 വർഷത്തേക്ക് പരോൾ നിഷേധിക്കാൻ തീരുമാനിച്ചത്. ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തായിരുന്നു വീരണ്ണയുടെ ഭാര്യ കോടതിയെ സമീപിച്ചത്.